ഹേ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അതായത് ജിക്സർ ഓണേഴ്സും അതുപോലെ തന്നെ വീസ്ട്രോം ഓണേഴ്സൊക്കെ ഒരുപാട് നാളായി വർഷങ്ങളോളം വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവരുടെ വണ്ടിക്ക് വരാൻ പോകുന്ന മേജർ അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു വാർത്തയാണ്. സുസുക്കി ജിക്സറിനും വീസ്ട്രോമിനും 4 കളറ് പുതിയതായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷിപ്പിൻ, എല്ലാവരും ആഹ്ലാദിപ്പിൻ. കാരണം നിങ്ങൾ എത്ര വർഷം വെയിറ്റ് ചെയ്താലും ഇനി സുസുക്കി കാര്യമായിട്ടൊരു മെക്കാനിക്കൽ അപ്ഡേറ്റ് കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ തന്നെ എൻ്റെ വണ്ടിക്ക് ഒരു നല്ല അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായി. എനിക്കിതിന് മുന്നേ ഒരു ജിക്സർ ആയിരുന്നു. അപ്പം അന്ന് അതായത് 2018 മോഡൽ ജിക്സർ ആയിരുന്നു. പിന്നെ കാർബറേറ്റർ മാറി അതിന് FI വന്നു എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള ഒരു കോമ്പോണന്റും ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മുടെ ജിക്സറിനുണ്ടായ അതേ ടെയിൽ ലൈറ്റാണ് അവന്മാരെടുത്തിട്ട് നമ്മുടെ വീസ്ട്രോമിന് വെച്ചിട്ടുള്ളത്. അതും ജിക്സർ 155 ഉണ്ടായിരുന്ന അതേ ടെയിൽ ലൈറ്റ്. അപ്പോൾ അങ്ങനെ പഴയ വണ്ടികളുടെ ടെയിൽ ലൈറ്റും ഹെഡ് ലൈറ്റൊക്കെ എടുത്ത് പുതിയ വണ്ടിക്ക് വെക്കുക, എന്നിട്ട് അതേ എഞ്ചിനും അതേ സ്പെക്സും വെച്ച് പുതിയ വണ്ടികൾ ഇറക്കാന്നല്ലാതെ വേണമെങ്കിൽ അവർ OBD2 കംപ്ലൈൻറ്റും അതുപോലെ തന്നെ പുതിയ നമ്മുടെ എമിഷൻ നോംസ് പാലിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പവർ ഫിഗേഴ്സിലോ ഈവൻ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു സ്വിച്ചബിൾ ABSO കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് ഉള്ള വിശ്വാസം എൻ്റെ കംപ്ലീറ്റ് ആയി തകർന്നിരിക്കുകയാണ്. ഒരു 3-4 മാസം മുന്നേ നമുക്ക് വീസ്ട്രോമിന് ഒരു കളർ അപ്ഡേറ്റ് വന്നു, ഒരു റെഡ് കളറ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിൽ എന്തായാലും കാര്യമായ മെക്കാനിക്കൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ അവന്മാർ പിന്നെ ഒരു വൈറ്റ് കളർ ഇറക്കി, അത് കഴിഞ്ഞിട്ടൊരു ബ്ലൂ ഇറക്കി, പിന്നെ ഒരു ടാങ്കിൻ്റെ ബ്ലാക്ക് കളർ മാറ്റിയിട്ട് ടാങ്കും കൂടെ യെല്ലോ വരുന്ന കളർ ഇറക്കി. ഇതല്ലാതെ വേറൊരു സാധനവും ഈ വണ്ടിയിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഭാവിയിൽ അപ്ഡേറ്റ് വന്നിട്ട് സുസുക്കി വണ്ടി എടുക്കാൻ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളങ്ങനെ നിന്ന് പോവുകയുള്ളൂ. ഒരു ചെറിയൊരു വിഷമമുണ്ട്. കാരണം എനിക്ക് സുസുക്കി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. അപ്പോൾ എനിക്ക് സുസുക്കിനോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട സുസുക്കി, നിങ്ങളുടെ പ്രൊഡക്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എത്ര നാൾ നിങ്ങളിങ്ങനെ കളർ അപ്ഡേറ്റ് മാത്രം കൊടുത്തിട്ട് നമ്മുടെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കും? കാരണം ഇപ്പോൾ ജിക്സർ 250 എടുക്കുകയാണെങ്കിൽ തന്നെ ജിക്സർ 250 കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ ഡ്യൂക്ക് 250 ഉണ്ട്, അതുപോലെ തന്നെ RTR ഉണ്ട്. അപ്പം ഈ വണ്ടികളൊക്കെ ഏത് വിധത്തിൽ നോക്കുകയാണെങ്കിലും ഇപ്പം ഡ്യൂക്ക് 250 ഒക്കെ സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 31 PS പവറും ഡ്യൂക്ക് 250ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഈ വണ്ടിയുടെ, അതായത് ജിക്സർ 250യുടെ ആണെങ്കിലും വീസ്ട്രോം 250യുടെ ആണെങ്കിലും കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ ഒരുപാട് മുന്നിലാണ്. അതുപോലെ തന്നെ അവരുടെയൊക്കെ പ്രൈസിങ് ഒരു റീസണബിൾ പ്രൈസിങ്ങുമാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഒരു സുസുക്കിയുടെ പ്രോഡക്റ്റ് എടുക്കണം? നമ്മൾ സുസുക്കി എന്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു അവരുടെ വണ്ടികളെ ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത്? ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്, ഒരു സുഖമുണ്ട്, ഒരു സമാധാനമുണ്ട്. ഇപ്പം ഞാൻ ഒരു സ്റ്റോറി പറയാം, എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് മുന്നേ ഒരു ബജാജ് വിക്രാന്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചവർക്കറിയാം ആ വണ്ടി എത്രത്തോളം തലവേദന പിടിച്ചൊരു വണ്ടിയാണെന്ന്. ഏകദേശം 2 വർഷം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മുന്നത്തെ ഓണർ ഒരു എൻജിൻ പണി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയതിന് ശേഷം 3 തവണ ഞാൻ എൻജിൻ പണി എടുത്തു. അപ്പോൾ 2 എൻജിൻ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ടി എടുത്തിട്ട് ഒന്ന് ബാംഗ്ലൂരേക്ക് പോയി. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ബാംഗ്ലൂരേക്ക് പോയി. അന്ന് എക്സ്പ്രസ് ഹൈവേ ഓപ്പൺ ആയിരുന്നു. ഞങ്ങളൊരു 70 to 80 ക്രൂസ് ചെയ്തു. ബാംഗ്ലൂർ എത്തിയാൻ പറയാൻ എൻജിൻ്റെ ഉള്ളിൽ കടകട എന്ന് പറഞ്ഞൊരു സൗണ്ട് അടിക്കാൻ തുടങ്ങി. ഞാൻ കരുതി വണ്ടി ചൂടായിട്ടാണെന്ന്. അപ്പോൾ കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെച്ചു. കുറച്ച് സമയം വണ്ടി അവിടെ വെച്ച് ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി പിന്നെ സ്റ്റാർട്ടായി. പക്ഷേ സൗണ്ടിനൊരു യാതൊരുവിധ മാറ്റവും ഇല്ല. എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അവർ ചെക്ക് ചെയ്തു. ഈ എൻജിൻ പണി എന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിലേക്കേ വരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി പണി എടുത്തിട്ട് പുത്തനാക്കി കൊണ്ടുവരുന്ന വണ്ടിയാണ്. അപ്പോൾ അവരവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു വണ്ടിയുടെ എൻജിൻ അടിച്ചു പോയി ഗൈസ്. അപ്പോൾ അങ്ങനെ വണ്ടി പണിയെടുക്കാൻ വേണ്ടി മാത്രം ഏകദേശം ഒരു 11 ദിവസം എനിക്ക് ബാംഗ്ലൂർ സ്റ്റേ ചെയ്യേണ്ടി വന്നു. എൻ്റെ കൂടെ വന്ന സുഹൃത്ത് തിരിച്ച് ട്രെയിനിൽ കയറി നാട്ടിലേക്ക് പോയി. ഞാൻ 11 ദിവസവും അവിടെ ഒരു പേയിങ് ഗസ്റ്റായിട്ട് നിന്നു. അതിനുശേഷം വണ്ടി കിട്ടി. വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് എറണാകുളത്ത്, ആ സമയം എനിക്ക് ഒരു 19-20 ആ ഒരു ഏജ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു കുത്തിത്തിരിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു എറണാകുളത്ത്.
അപ്പോൾ ഒരു 1 വീക്ക് മുന്നേ എനിക്ക് സംഭവം ഇന്റർവ്യൂ നെക്സ്റ്റ് വീക്ക് ഉണ്ടാവുമെന്ന് അവര് നോട്ടിഫിക്കേഷൻ തന്നു. ഞാൻ എന്ത് ചെയ്തു, എന്തായാലും വണ്ടി പണിയെടുത്ത് നീറ്റാക്കി വെച്ചിരിക്കുകയാണ്, എന്നാ പിന്നെ ഇതും എടുത്ത് പോവാന്ന് കരുതിയിട്ട് ഞാൻ നമ്മുടെ വിക്രാന്ത് കൊടുത്ത് 2 ദിവസം മുന്നേ എറണാകുളത്തേക്ക് പുറപ്പെട്ടു. മലപ്പുറം എത്തിയപ്പോ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ചായ കുടിച്ച് തിരിച്ചു വന്നപ്പം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. തലകുത്തി നിന്നിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നോക്കി, അവർക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അതായത് അവരത്ര ആത്മാർത്ഥമായിട്ടൊന്നും നോക്കിയിട്ടില്ല. എനിക്ക് വേറെ വഴിയില്ല, വണ്ടി തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് ഇന്റർവ്യൂ ആണ്, ഇന്റർവ്യൂവിന് പോയേ പറ്റൂ. ഞാൻ അവസാനം അവിടെ എനിക്ക് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിയുടെ കയ്യിൽ താക്കോല് കൊടുത്തു. വണ്ടി, പുള്ളിയുടെ വീട് കുറച്ചും കൂടെ ദൂരെയായിരുന്നു. അപ്പോൾ വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വണ്ടി റോഡ് സൈഡിൽ വെച്ചിട്ട് എൻ്റെ ഹെൽമെറ്റ് അടക്കം ഞാൻ വണ്ടിയുടെ മേലെ വെച്ചിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഇന്റർവ്യൂ ഒക്കെ പാസ്സായി. തിരിച്ച് ട്രെയിനിൽ ഞാൻ മലപ്പുറത്ത് വന്നിറങ്ങി. വന്നപ്പോൾ വണ്ടി അവിടെ ഉണ്ടാവുന്ന പോലെ എനിക്ക് അറിയില്ലായിരുന്നു, ഉറപ്പില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഹെൽമെറ്റും എൻ്റെ വണ്ടിയും രണ്ടും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു പട്ടിക്കും വേണ്ടാന്നുള്ള രീതിയിൽ. അതായത് വണ്ടി എങ്ങനെ വെച്ചോ അങ്ങനെ തന്നെ, കുറച്ച് പൊടി മാത്രം ഉണ്ടായിരുന്നു. ബാക്കി അതായത് വണ്ടി ഒന്ന് നീക്കി വെച്ചിട്ട് പോലുമില്ല. റോഡ് സൈഡിൽ എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. റോഡ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിലൊന്നുമല്ല, കുറച്ച് ഉള്ളോട്ട് കയറ്റിയിട്ടാണ് വെച്ചത്. അപ്പോൾ അവിടുന്ന് ഞാൻ ആ വണ്ടി നേരെ ബജാജിന്റെ സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ചെക്ക് ചെയ്തു. നോക്കുമ്പോൾ അവർ പറഞ്ഞു അത് CDI യൂണിറ്റ് കംപ്ലൈന്റ് ആണ്, സാധനം മാറ്റണം, പാർട്സ് കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടിയിലിരിക്കുന്ന പെട്രോൾ മുഴുവൻ ഊറ്റി ഒരു ക്യാനിലാക്കി. ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ടായിരുന്നു ഞാൻ കണ്ണൂരിൽ നിന്ന് വിട്ടിരുന്നത്. അപ്പോൾ പെട്രോളൊക്കെ ഊറ്റി ഒരു സ്റ്റാർട്ടാക്കാനുള്ള അളവിലുള്ള പെട്രോൾ വെച്ച് ബാക്കി പെട്രോൾ കൊടുത്ത് ഞാൻ ട്രെയിനിൽ കയറി നാട്ടിൽ വന്നു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പാർട്സ് വന്നു വിളിച്ചു. ഞാൻ തിരിച്ചു പോയി വണ്ടിയെടുത്ത് ഏകദേശം 6500 രൂപ ബില്ലായി. CDI യൂണിറ്റ്, പിന്നെ പ്ലഗ്, അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളും, അതുപോലെ തന്നെ കാർബറേറ്റർ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് യൂസർ കാർബറേറ്റർ എവിടുന്നോ ഒപ്പിച്ച് റെഡിയാക്കി തന്നു. അതൊക്കെ കൂടെ ഒരു നല്ലൊരു എമൗണ്ടായി. വണ്ടി തിരിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. ഇത് തൊട്ട പണിയാണല്ലോ, അപ്പം ഇനി കുറച്ച് നാൾ ഇത് തൊടാണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വണ്ടി വീട്ടിൽ തന്നെ നിർത്തിയിട്ടു. അങ്ങനെ വണ്ടി വീട്ടിൽ തന്നെ നിർത്തിയിട്ടപ്പോഴാണ് എനിക്ക് അടുത്ത പണി കിട്ടുന്നത്. രാവിലെ എണീച്ച് നോക്കുമ്പം നല്ല പെട്രോളിൻ്റെ മണം. എവിടുന്നാന്ന് നോക്കി ഒന്നും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് എൻ്റെ വണ്ടിയുടെ ചുറ്റും നടന്നു നോക്കിയപ്പം ടാങ്ക് തുരുമ്പ് വന്ന് ഓട്ടയായി, അതിലൂടെ പെട്രോൾ ലീക്കാവുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും കുറച്ച് MCയിൽ വാങ്ങിച്ച് ടാങ്ക് അടച്ചു, അടച്ചു. 2 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും സ്മെല്ല്. അപ്പോൾ അതാ വേറൊരു സ്ഥലത്ത് പുതിയൊരു തുള. ഇതിന്റെ ടാങ്ക് നമ്മുടെ വിക്രാന്ത് കപ്പലിന്റെ മെറ്റലിൽ നിന്നുണ്ടാക്കിയ ടാങ്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് ആ സാധനം അന്ന് കിട്ടാനില്ലായിരുന്നു. പിന്നെ അതിനുവേണ്ടി ഇനിയൊരു പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അതുകൊണ്ട് ഞാൻ തുള ഉണ്ടാവുന്നതിനെ MCയിൽ വെച്ച് അടച്ചടച്ച് വണ്ടി അങ്ങനെ കൊണ്ടുവന്നു. അവസാനം അല്ലറ ചില്ലറ വർക്കൊക്കെ എടുത്ത് ഒരു 15000 രൂപക്ക് വണ്ടി ഞാൻ കൊടുത്തു. പക്ഷേ എൻ്റെ നിന്ന് പോയതിന് ശേഷം വണ്ടിക്ക് കാര്യമായ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ തേർഡ് ഓണർ പറഞ്ഞത്. അപ്പോൾ ഓരോ വണ്ടി ഓരോരുത്തർക്ക് സ്യൂട്ടാവുന്ന പോലെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം, ഈ വണ്ടി എടുത്ത് വിറ്റതിന് ശേഷമാണ് ഞാൻ എൻ്റെ ജിക്സർ എടുക്കുന്നത്. അതായത് ജിക്സർ അന്നേരം 4ാമത്തെ ഓണറിലാണ് ഉള്ളത്. അവർ ഫുള്ള് കസ്റ്റം ചെയ്ത്, നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈലിൽ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ വണ്ടിയുടെ ജിക്സർ 155ൻ്റെ ഫോട്ടോ. അപ്പോൾ ആ വണ്ടി വാങ്ങിക്കുമ്പോൾ ഏകദേശം 35,000 ഉണ്ടായിരുന്നത്. ആ വണ്ടിയും കൊണ്ടാണ് ഞാൻ റൈഡ് പോകാൻ തുടങ്ങിയതും ഓരോ കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് വീഡിയോ എടുക്കാനും ഫോട്ടോ പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത് ആ വണ്ടി ഉപയോഗിച്ചാണ്. അപ്പോൾ ആ വണ്ടി എനിക്ക് ഒരു കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു. വണ്ടി എടുത്തിട്ട് എനിക്ക് 1 രൂപ പോലും വണ്ടിയുടെ മേലെ മുടക്കേണ്ടി വന്നില്ല. പെട്രോളിന് വേണ്ടിയിട്ടല്ലാതെ വേറൊരു രൂപ പോലും വണ്ടിയുടെ മേലെ മുടക്കേണ്ടി വന്നില്ല. ഒരുപാട് കിലോമീറ്റർ ഞാൻ ആ വണ്ടി ഓടിച്ചു, ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തു. എന്നിട്ട് വീസ്ട്രോം ഒരു ദിവസം ഞാൻ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഷോറൂമിൽ പോയി നോക്കി. അപ്പം ജിക്സർ എക്സ്ചേഞ്ച് ചെയ്ത് വീസ്ട്രോം എടുത്തു. അപ്പം ജിക്സർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ആ വണ്ടിക്ക് 50,000 രൂപയും കിട്ടി. എക്സ്ചേഞ്ച് ബോണസ് അടക്കമാണ്. ഏകദേശം 51,000 രൂപ കിട്ടി. വീസ്ട്രോം ഞാൻ എടുത്തു. അപ്പം ഈ വണ്ടി എടുക്കുന്ന സമയത്ത് അത്രയും എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. കാരണം ഇത് വേറെ പവർ ഫിഗേഴ്സോ ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയോ ഒരു തേങ്ങയും മാങ്ങയും ഞാൻ നോക്കിയിട്ടില്ല. വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ.
അപ്പോൾ വണ്ടി എന്നെ സത്യം പറഞ്ഞാൽ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. വീസ്ട്രോം അന്ന് എങ്ങനെ എടുത്തോ അതുപോലെ തന്നെയാണ് ഇന്നും എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നെ സുസുക്കിയിലേക്ക് വീണ്ടും വരാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു വണ്ടി ആ ജിക്സറാണ്. കാരണം അത്രയ്ക്ക് സ്മൂത്ത് ആയിരുന്നു വണ്ടി. അതായത് ഇതിന്റെ റിലയബിലിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പോകെ പോകെ നമ്മുടെ ഈ റിലയബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ എല്ലാ വണ്ടിക്കും ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു സ്റ്റേജാണ്. അതായത് എല്ലാ വണ്ടികളും ഇപ്പോൾ വരുന്ന ഒരുവിധം വണ്ടികളൊക്കെ റിലയബിൾ ആണ്. കൂടുതൽ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു തുടങ്ങി. അതുപോലെ തന്നെ ഫ്യൂല് മാറുന്നതിനനുസരിച്ച് വാഹനങ്ങളും അപ്ഡേറ്റ് വന്നു തുടങ്ങി. മെക്കാനിക്കൽ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ വരുന്ന വണ്ടികളൊന്നും റിലയബിലിറ്റിയുടെ പേരിൽ ആർക്കും സെല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം സുസുക്കി പോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ വന്നു തുടങ്ങി. ഇപ്പം പുതിയ ഹിമാലയൻ ആണെങ്കിലും വണ്ടിക്കൊന്നും എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല എഞ്ചിൻ തന്നെയാണ്, വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്ക് ഹോണ്ടയെന്നും സുസുക്കിയെന്നും അതുപോലെ തന്നെ യമഹ എന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു റിലയബിലിറ്റി ഫാക്ടർ നമുക്കിപ്പം ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകളിൽ നിന്നും കിട്ടി തുടങ്ങി. അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് സുസുക്കി ആൾക്കാരെ കൊണ്ട് ഈ വണ്ടി വാങ്ങിപ്പിക്കുന്നത്? കാരണം എൻ്റെ സുസുക്കിയുടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് ഈ ജിക്സറൊക്കെ വിൽക്കാൻ വേണ്ടി നല്ല പാടാണ്. കാരണം അവരിപ്പോഴും LED ഹെഡ്ലൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ കൊണ്ട് വണ്ടി എടുപ്പിക്കുന്നത്. അതും ഒരു 35+ ഏജ് ഉള്ളവർ മാത്രമേ ഈ വണ്ടികളൊക്കെ എടുക്കുന്നുള്ളൂ. കാരണം യങ്സ്റ്റേഴ്സിനൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ആ പ്രൈസിങ്ങിൽ അവരുടെ ബഡ്ജറ്റിങ്ങിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടി ഏതാണെന്ന് അവർക്ക് മനസ്സിലാവും. ഇങ്ങനെ ഈ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള ഒരു ജോലി തന്നെ അവൻ 2 വീക്ക് മുന്നേ റിസൈൻ ചെയ്തു. കാരണം വണ്ടി സെയിലാവുന്നില്ല. അവർക്ക് സെയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിച്ചും ഇല്ല വണ്ടിയിൽ. അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഹസാർഡ് ലൈറ്റെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു വീസ്ട്രോം ഒക്കെ ആണെങ്കിലും ഒരു സെന്റർ സ്റ്റാൻഡെങ്കിലും കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഈ വാങ്ങുന്നവർക്ക് ഓക്കെ, അല്ലെങ്കിൽ കൊടുക്കുന്നവർക്ക് ഓക്കെ, ഇത്രയും സാധനങ്ങൾ വണ്ടിയിലുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതിപ്പം ഒന്നുമില്ലാതെ എങ്ങനെയാണ് എക്സിക്യൂട്ടീവ്സ് വണ്ടി സെല് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഇതൊന്നും സുസുക്കിയുടെ സർവീസിന്റെയോ സെയിൽസിന്റെയോ ടീമിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളല്ല, മറിച്ച് സുസുക്കിയുടെ ഭാഗത്തുനിന്ന് തന്നെ വരുന്ന പ്രശ്നങ്ങളാണ്, കമ്പനിയുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് ഇനി പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പഴയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. പഴയ അപ്ഡേറ്റുകൾ എന്നല്ല, ഇങ്ങനെ നോ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കളർ ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് നാൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീസ്ട്രോമിലുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എൻ്റെ വീസ്ട്രോം കൂട്ടനെ എടുത്തിട്ട് 2ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് എനിക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇഷ്യൂസാണ് വന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. വണ്ടിയിൽ എനിക്ക് പ്രോബ്ലമായിട്ട് ആദ്യം വന്നത്, ഒരു ഭയങ്കര ബേർഡനായിട്ട് തോന്നിയ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, വണ്ടി ചില സമയത്ത് സ്റ്റാർട്ടാവില്ല. അതായത് സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ടിക്ക് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും, വണ്ടി അവിടെ നിൽക്കും, എന്നിട്ട് ഡിസ്പ്ലേ ഓഫായിട്ട് ഓൺ ആവും. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ അത് സർവീസ് സെന്ററിൽ കാണിച്ചപ്പോൾ അവർക്ക് അതെന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അവർ പറഞ്ഞു ബാറ്ററിന്റെ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം നേരെ ഒരു സാധാ ഇലക്ട്രീഷ്യനെ കൊണ്ടുപോയി വണ്ടി കാണിച്ചു. ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെയൊക്കെ ലൈറ്റിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരാളെ കൊണ്ടുപോയി വണ്ടി കാണിച്ചു. അപ്പോൾ പുള്ളി ജസ്റ്റ് സ്റ്റാർട്ടർ മോട്ടറിന്റെ റിലേ ഒന്ന് ചെക്ക് ചെയ്തു. നോക്കുമ്പം റിലേ പോയതാണ്. ഒരു 350 രൂപ കൊടുത്തു പുതിയ റിലേ വാങ്ങി ഫിറ്റാക്കി. വണ്ടി ആസ് ഗുഡ് ആസ് ന്യൂ. അപ്പോൾ ഇങ്ങനെ സർവീസ് സെന്ററിന്റെ ഭാഗത്തു നിന്നും അവർക്ക് ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത 1-2 എക്സ്പീരിയൻസുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് 1.5 വർഷം മുന്നെയാണ് ഞാൻ ആ റിലേ മാറ്റിയത്. വണ്ടി എടുത്ത് ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിലേയുടെ ഇഷ്യൂ വന്നു. അപ്പോൾ അത് മാറ്റി. പിന്നെ ഇത്രയും നാൾ ഞാൻ ഓടി, വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. റിലേയുടെ ഭാഗത്ത് നിന്ന് വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് കൂടാതെ മറ്റെന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ കോൺസെപ്റ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് പുള്ളിങ് കാണിച്ചു തരാം. ഒരു സ്ട്രെയിറ്റ് റോഡ് കിട്ടിക്കോട്ടെ. ഇതാണ്. കൈ വിട്ട് കഴിഞ്ഞാൽ വണ്ടി നേരെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോവുക. സോ അത് വല്ലാത്തൊരു ബേർഡനാണ്. ഞാനിത് സർവീസ് സെന്ററിൽ കാണിച്ചു. അവന്മാർ കോൺസെപ്റ്റ് പോയതാണെന്ന് പറഞ്ഞിട്ട്, കോൺസെപ്റ്റിന് വാറണ്ടി കിട്ടില്ല, തേയ്മാനം വരുന്ന പാർട്സ് ആണ്. അപ്പോൾ കോൺസെപ്റ്റ് പോയതാണെന്ന് പറഞ്ഞിട്ട് പുതിയ കോൺസെപ്റ്റ് വെച്ചു. എൻ്റെ 1200 രൂപ പോയി എന്നല്ലാതെ ഈ
ലെഫ്റ്റ് സൈഡ് പുള്ളിങ്ങിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. ആദ്യം ഉണ്ടായ കോൺസെപ്റ്റ് ഇത്രയും ലെഫ്റ്റ് സൈഡ് പുള്ളിങ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത് ഭയങ്കരമായ പുള്ളിങ് ആണ്. മൂന്നാമത്തെ തവണ സർവീസിന് കൊടുത്തപ്പോഴും ഞാൻ അവനോട് പറഞ്ഞു, വേറെ സർവീസ് അഡ്വൈസർ ആയിരുന്നു, അഡ്വൈസറോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അവരെന്താ ഫോർക്കും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഫോർക്കും ലെഫ്റ്റ് സൈഡ് പുള്ളിങ്ങും തമ്മിൽ എന്താ ബന്ധം എന്ന് എനിക്കറിയില്ല, അതിന്റെ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ടേംസ് ആണെന്ന് കരുതിയിട്ട് ഞാനത് വിട്ടു. അവൻ പറഞ്ഞു ഓക്കെ എല്ലാം റെഡിയായി, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വണ്ടി സർവീസിന് പുറത്തെടുത്തു. ഞാൻ ജസ്റ്റ് കൈവിട്ടു. ഒടുക്കത്തെ ലെഫ്റ്റ് സൈഡ് പുള്ളിങ് ഒരു മാറ്റമില്ല, അവന്മാർ തൊട്ടിട്ടില്ല വണ്ടി. അപ്പോൾ ഞാൻ ടെക്നീഷ്യനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ടെക്നീഷ്യൻ പറഞ്ഞു സാർ അത് റോഡിന്റെ ആണ്, നമ്മുടെ റോഡ് ഇങ്ങനെ ആണല്ലോ, അപ്പോൾ സാറിന് റോഡിലൂടെ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് തോന്നുന്നതായിരിക്കും എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ അൺഈവൻ സർഫസ് ഉള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ ചില സമയത്ത് റൈറ്റ് സൈഡ് പുള്ളിങ്ങും വരേണ്ടതല്ലേ. റോഡിന്റെ ഇഷ്യൂ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിയാണല്ലോ. അപ്പോൾ ഞാൻ അവനോട് കൂടുതൽ തർക്കിക്കാനൊന്നുമില്ല, കാരണം ഒരു കാര്യമില്ല, അവന്മാർ രണ്ടാമത് പണിയെടുത്ത് തരില്ല എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. വൈകുന്നേരം 5:30 ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി സമയം. അത് മാത്രമല്ല എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 45-50 കിലോമീറ്റർ സർവീസ് സെൻറ്ററിലേക്ക് ട്രാവൽ ചെയ്യാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കൂടുതൽ പ്രശ്നമാക്കാൻ നിന്നില്ല. നേരെ നമ്മുടെ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് പുള്ളിങ് ഇഷ്യൂ ആയിട്ട് ഇപ്പം പീസിലാണ്. അതായത് ഞാനിത് ഫിക്സ് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല, ഞാനിതിനെ ഇതായിട്ട് തന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. തൽക്കാലത്തേക്ക് കൈവിട്ട് ഓടിക്കുന്നില്ല, അങ്ങനെ ഓടിച്ചാൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ വണ്ടി വാങ്ങിയപ്പോഴുള്ള ആ ഒരു ഇഷ്യൂ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് ബ്രേക്ക് പാഡ് തീരുന്ന പ്രശ്നം. അതായത് റിയർ ബ്രേക്ക് പാഡ് നിങ്ങൾക്ക്, എൻ്റെ ആദ്യത്തെ പാഡ് 6000 കിലോമീറ്റർ തീർന്നെങ്കിൽ രണ്ടാമത്തെ സ്റ്റോക്ക് പാഡ് എൻ്റെ തീർന്നത് 1500 കിലോമീറ്ററിലാണ്. ഇപ്പം നിലവിൽ ആ പാഡ് തന്നെ ഉള്ളത്. ഇനിയിപ്പം ഒരു 50-60 കിലോമീറ്ററും കൊണ്ട് തീരും. അപ്പം എൻ്റെ പുതിയ സെറാമിക് പാഡ് ഞാൻ ഔട്ട് സൈഡ് ഡീലർഷിപ്പിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് ഡെലിവർ ആവും. ഡെലിവർ ആയിട്ട് വേണം എനിക്കത് മാറ്റാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു തവണ വെസ്റയുടെ സെറാമിക് പാഡ് യൂസ് ചെയ്തു. അപ്പോൾ ആ 2 പാഡും ഏകദേശം ഫ്രണ്ട് പാഡ് ഇപ്പോൾ 16000 കിലോമീറ്റർ ആയി. ഇപ്പം നിലവിൽ ആ പാഡ് തന്നെയാണ്. റിയർ പാഡ് മാത്രം എനിക്ക് സ്റ്റോക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് 1500 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്ക് അതിൻ്റെ വെടിയും പോകുകയും തീർന്നു. പുതിയ പാഡ് വന്നിട്ട് അത് ഫിക്സ് ചെയ്യണം. ഇനി സ്റ്റോക്ക് പാഡ് വാങ്ങുന്ന പ്രശ്നമില്ല. മൊത്തത്തിൽ സർവീസ് എക്സ്പീരിയൻസ് കുറച്ച് ശോകമാണ്. വണ്ടിക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ, ഇതുപോലെ പാർട്സ് ഒന്നും പാർട്സിന്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സർവീസ് സ്മൂത്ത് ആണ്. കാരണം അവരുടെ അടുത്ത് സർവീസ് ചെയ്യേണ്ട പാർട്സും അത്യാവശ്യം എയർ ഫിൽറ്ററും സ്പാർക്ക് പ്ലഗ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു തവണ ഞാൻ പോയപ്പോൾ അവരുടെ അടുത്ത് കോൺസെപ്റ്റും ഉണ്ടായിരുന്നു റെഡി സ്റ്റോക്ക്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പാർട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് ആയിട്ട് പോകാം. അപ്പോൾ വലിയ പാർട്സ് ഒക്കെ ആണെങ്കിൽ വണ്ടി അവിടെ തന്നെ വെക്കേണ്ടി വരും. പിന്നെ എക്സ്പീരിയൻസുള്ള ടെക്നീഷ്യന്മാരില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്യൂ വന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കത് മനസ്സിലായില്ല, ഞാനത് നോട്ടീസ് ചെയ്തില്ല. സർവീസിന് കൊടുത്തപ്പോൾ അഡ്വൈസ് ഡിസ്പ്ലേയിൽ വെള്ളം കയറിയിട്ടുണ്ട്, വാറണ്ടിയിൽ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. ഡിസ്പ്ലേ വാറണ്ടിയിൽ മാറ്റി തന്നു. അങ്ങനെ കുറച്ച് നല്ല നല്ല എക്സ്പീരിയൻസും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കണ്ണൂരിൽ നിന്നാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. ഇവിടെ വേറെ സർവീസ് സെൻ്ററും കാര്യങ്ങളൊന്നുമില്ല. സുസുക്കിക്ക് ആകെ ഒരു സർവീസ് സെൻ്റർ ഉള്ളൂ. പിന്നെ ജിക്സറൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇരിട്ടിയിൽ സർവീസ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ സർവീസ് സെൻ്റർ, ചെറിയ വണ്ടികൾ സർവീസ് ചെയ്യുന്ന സർവീസ് സെൻ്റേഴ്സ് ഉണ്ട്. വീസ്ട്രോം ഒക്കെ ആണെങ്കിൽ കണ്ണൂർ തന്നെ പോയിട്ട് സർവീസ് ചെയ്യണം. ടൗണിൽ മാത്രമേ ഇതിൻ്റെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ആ ഒരു ഇഷ്യൂ മാത്രമേ എനിക്ക് ഇത്രയും നാളായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ വണ്ടി മേടിച്ചപ്പോൾ തൊട്ട് ഇങ്ങോട്ട് ഇവിടം വരെയുള്ള ഓണർഷിപ്പ് എക്സ്പീരിയൻസ് വളരെ ഗുഡാണ്, വളരെ സ്മൂത്താണ്. ഞാൻ വേറെ പല വണ്ടികളും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഇതിനേക്കാളും ഹയർ CC വണ്ടികളും ലോവർ CC വണ്ടികളും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പം ഈ വീസ്ട്രോം ഒന്ന് അതിനകത്തേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നേരെ മറിച്ച് എനിക്ക് വീസ്ട്രോമിൻ്റെ തന്നെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ അഡ്വഞ്ചർ 250 കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആലോചിച്ചപ്പം എനിക്ക് സ്വിച്ച് ചെയ്യണമെന്ന് തോന്നിയില്ല. കാരണം എനിക്കൊരു കുത്തിത്തിരിപ്പിനെടുക്കണമെന്നല്ലാതെ ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഒരു ആഗ്രഹത്തിന് വേണ്ടി എടുത്തിട്ട് പിന്നെ അതിൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് വീസ്ട്രോമിനൊരു അപ്ഡേറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം. ചിലപ്പം സുസുക്കി വീസ്ട്രോമിനൊരു കളർ ഡിസ്പ്ലേൻ്റെ എങ്കിലും അപ്ഡേറ്റ് കൊടുക്കുമ്പോഴേക്ക് എനിക്ക് ഒരു 10-60 വയസ്സായിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല. പക്ഷേ ഐ എം റെഡി ടു വെയിറ്റ്.
കാരണം ഈ മിഷനോട് എനിക്കൊരു ആത്മബന്ധം തോന്നി തുടങ്ങി ഓൾറെഡി. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ്. ഇപ്പോൾ GST കുറഞ്ഞ സമയത്ത് വണ്ടിക്ക് വില അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഒരു പ്രോപ്പർ ഓഫ് റോഡർ നോക്കി വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട. കാരണം ഇതൊരു ഓഫ് റോഡർ ഒന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് തരും. നല്ലൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം റിയൽ ടൈം മൈലേജ് ആയിട്ട് ഞാൻ ഈ സ്പീഡിൽ പോകുന്ന സമയത്ത് എനിക്ക് 50 to 65 അങ്ങനെയൊക്കെയാണ് കാണുന്നത്. റോട്ടിൽ കൊടുത്താൽ നേരെ കുറയും, അത് വേറെ കാര്യം. ഇപ്പം നേരെ 24 കുറഞ്ഞു. പക്ഷേ നിങ്ങളിങ്ങനെ ക്രൂസ് ചെയ്ത് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മൈലേജും ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യും. സോ ഓവറോൾ വെരി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.